ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2024 സെപ്റ്റംബർ മാസഫലം മകരക്കുറുകാർക്കും മകരലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് ഈ ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദം, തിരുവോണം, അതുപോലെ അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവർക്ക് സെപ്റ്റംബർ മാസം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ സെപ്റ്റംബർ മാസത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ച് മകരക്കുറുകാരുടെയും മകരലഗ്നക്കാരുടെയും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ ആരോഗ്യം, അവരുടെ തൊഴിൽ, ബിസിനസ്, വിദ്യാഭ്യാസം, ധനസ്ഥിതി, വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റി ഉള്ള ഒരു ഫലമാണ്. ഇതൊരു പൊതുഫലമായിട്ട് വേണം കാണേണ്ടത്. കാരണം ഈ കൂറിലെ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ ലഗ്നക്കാർക്ക് അവരുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതി, അവർക്കിപ്പോൾ നടക്കുന്ന ദിശ, അവരുടെ അതുപോലെ അപകാരം, ഛിദ്രം, അതൊക്കെ ഏത് ഗ്രഹങ്ങളുടേതാണ്? ആ ഗ്രഹങ്ങളെല്ലാം തന്നെ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളാണോ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണോ? ഇവയ്ക്കനുസരിച്ച് ഈ പൊതുഫലത്തിൽ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും മാറ്റങ്ങൾ ഉണ്ടാകും എന്നും കൂടെ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഒരേ നക്ഷത്രക്കാർക്ക്, ഒരേ ലഗ്നക്കാർക്ക് ഒരേ സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നത്. അത് നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ എന്നും കൂടെ മനസ്സിലാക്കുക. നമുക്ക് ആദ്യമായിട്ട് ഈ മകരക്കുറുകാരുടെയും മകരലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. ആരോഗ്യസ്ഥിതി ചിന്തിക്കുമ്പോൾ ജന്മരാശ്യാധിപൻ എന്ന് പറയുന്നത് ശനിയാണ്. ആ ശനി 2 വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ്. അതായത് ജന്മരാശ്യാധിപൻ വക്രത്തിലാണ്. സുഖസ്ഥാനാധിപൻ കുജനാണ്. ആ കുജൻ 6 നിൽക്കുന്ന സമയവും കൂടെയാണ്. പൊതുവെ ഈ ഗ്രഹസ്ഥിതി വെച്ച് നോക്കുമ്പോൾ ഒരു ഇമ്മ്യൂണിറ്റി കുറവ് ഉണ്ടാകാവുന്ന സമയമാണ്. ശരീരത്തിന് ഒരു ക്ഷീണം, ആലസ്യമൊക്കെ അനുഭവപ്പെടാം. 4-ാം ഭാവാധിപൻ കുജൻ 6 അതുപോലെ 12 ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടെയാണ്. അപ്പോൾ പൊതുവെ ഒരു സുഖക്കുറവ്, മാനസികമായിട്ടുള്ള ടെൻഷൻ, രോഗഭയം ഇവയൊക്കെ ഉണ്ടാകാം. അതുപോലെ ആഹാരത്തിൽ വളരെ ശ്രദ്ധിക്കണം. ചിലർക്ക് ഈ ആഹാരത്തിൻ്റെ ശ്രദ്ധക്കുറവ് കാരണം സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിന് സാധ്യതയുണ്ട്. 6-ാം ഭാവാധിപൻ ബുധനാണ്. ആ ബുധനാണെങ്കിൽ അഷ്ടമത്തിൽ നിൽക്കുകയാണ് 22 വരെ. അഷ്ടമ ഭാവാധിപൻ സൂര്യനും അഷ്ടമത്തിൽ നിൽക്കുന്ന സമയമാണ്. അത് വിപരീത രാജയോഗമാണ്. എങ്കിലും ചിലർക്ക് നാഭിക്ക് താഴെ എന്തെങ്കിലുമൊക്കെ ക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ. ഇപ്പോൾ ചിലർക്ക് ഈ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, ഇപ്പോൾ പൈൽസ്, ഫിസ്റ്റുല പോലെയുള്ള രോഗങ്ങളുള്ളവർ, ഇപ്പോൾ അവരെല്ലാം ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. അപ്പോൾ ഈ സമയത്തൊക്കെ അവർ അത്തരത്തിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉള്ളവർ ട്രീറ്റ്മെൻറ്റ് നടത്തിയാൽ വളരെ പെട്ടെന്ന് തന്നെ റിക്കവറി, അതിൽ നിന്ന് ആശ്വാസം ഉണ്ടാകുന്ന സമയവും കൂടെയാണ് എന്നും കൂടെ മനസ്സിലാക്കുക. അതേസമയം ഈ കുറുകാർ ദൂരയാത്രകളിലും അതുപോലെ വാഹനങ്ങളൊക്കെ ഡ്രൈവ് ചെയ്യുന്നവരാണെങ്കിൽ ആ ഡ്രൈവിങ്ങിലുമൊക്കെ അവർ ശ്രദ്ധിക്കണം. അതുപോലെ പേരൻസിൻ്റെയൊക്കെ ആരോഗ്യത്തിലും ഒരു ശ്രദ്ധ കൊടുത്ത് പോകണം. ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി ചിന്തിക്കുമ്പോൾ കർമ്മഭാവാധിപൻ ശുക്രൻ. ആ ശുക്രനാണെങ്കിൽ 17 വരെ 9 നീചരാശിയിലാണ്. ആ ശുക്രന് കേതുവുമായിട്ട് യോഗമുണ്ട്. അതുപോലെ സൂര്യനും ബുധനും ഒക്കെ അഷ്ടമത്തിൽ ആദ്യത്തെ 2 വാരം നിൽക്കുന്ന സമയവും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ 2 വാരമൊക്കെ ആ തൊഴിലിടത്തൊക്കെ ഒരു സുഖക്കുറവ്, ഒരു തൃപ്തിക്കുറവ്, ചെറിയ ചലഞ്ചസൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം. അതുവഴി എന്തെങ്കിലുമൊക്കെ ടെൻഷൻ തൊഴിലിടത്തുണ്ടാകാനുമൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ തൊഴിൽ മാറിയാൽ എന്തെന്നൊരു ചിന്ത വരാം. അങ്ങനെ തൊഴിൽ മാറുകയാണെങ്കിൽ പുതിയ തൊഴിൽ കിട്ടുമോ എന്നുള്ളൊരു ഭയമൊക്കെ ചിലപ്പോൾ ഈ കുറുകാരുടെ ഭാഗത്ത് ഉണ്ടാകാം. അപ്പോൾ ആദ്യത്തെ 2 വാരം തൊഴിൽ മാറുന്നതിന് അനുകൂല സമയമല്ല എന്ന് മനസ്സിലാക്കുക. അതേസമയം ആരോഗ്യ മേഖലകളിൽ ചില മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക്
തൊഴിൽ നേട്ടങ്ങളുണ്ടാകും. പ്രത്യേകിച്ച് ആരോഗ്യ മേഖല, കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള മേഖല, റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള മേഖല, അതുപോലെ അന്വേഷണ ഏജൻസികളിൽ വർക്ക് ചെയ്യുന്നവർ, ഇൻഷുറൻസ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, അവർക്കൊക്കെ ഈ തൊഴിലിൽ നേട്ടങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. മറ്റു മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അവസാനത്തെ 2 വാരം തൊഴിലിൽ ഉയർച്ചയ്ക്ക് സാധ്യത കാണുന്നുണ്ട്. കാരണം 10ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ആ 10ാം ഭാവ രാശിയിലേക്ക് തന്നെ രാശി മാറുന്നുണ്ട്, സ്വക്ഷേത്രത്തിലേക്ക് രാശി മാറുന്നുണ്ട്. അതൊരു മാളവീയ യോഗാവസ്ഥയാണ്. അപ്പോൾ അതുപോലെ രവിയും ബുധനും ഒക്കെ ഭാഗ്യസ്ഥാനത്തേക്കും വരുന്നുണ്ട്. അതൊക്കെ പൊതുവെ ഗുണമുണ്ടാക്കും. തൊഴിൽ അന്വേഷകർക്ക് ആദ്യത്തെ 2 വാരം അനുകൂലമാകണമെന്നില്ല. അതേസമയം അവസാനത്തെ 2 വാരം അവർക്ക് തൊഴിൽ സാഹചര്യം അനുകൂലമാണ്, തൊഴിൽ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ ജീവിത പങ്കാളിക്ക് ചിലപ്പോൾ തൊഴിൽ ലഭിക്കുന്നതിനൊക്കെ സാധ്യതയുള്ള സമയമാണ് അവസാനത്തെ 2 വാരം. അതുപോലെ കലാകാരന്മാർക്ക്, മറ്റ് ക്രിയേറ്റീവ് വർക്ക് ചെയ്യുന്നവർക്ക് ഒക്കെ തന്നെ തൊഴിലിൽ നേട്ടം ഉണ്ടാകുന്നതിനും കൂടുതൽ സന്തോഷമൊക്കെ അവർക്ക് അനുഭവപ്പെടുന്നതിനുമൊക്കെ ആ സെപ്റ്റംബർ മാസത്തിലെ ഗ്രഹസ്ഥിതി അനുകൂലമാണ് എന്ന് തന്നെ പറയാം. വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിലിടത്ത് എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം 7ാം ഭാവാധിപൻ എന്ന് പറയുന്ന ചന്ദ്രനാണ്. 7ൽ ഗ്രഹങ്ങളില്ല, മറ്റ് ഗ്രഹങ്ങളുടെയൊക്കെ ദൃഷ്ടിയുമില്ല. അപ്പം ബിസിനസ്സുകാരകൻ ബുധൻ 4 മുതൽ 22 വരെ അഷ്ടമത്തിലാണ്, 17 വരെ ശുക്രനും നീചസ്ഥിതിയാണ്. അപ്പോൾ ആദ്യത്തെ 2 വാരം പൊതുവേ പറയുകയാണെങ്കിൽ ബിസിനസ്സിൽ പ്രതീക്ഷിക്കുന്ന ഒരു പുരോഗതി ഉണ്ടാകണമെന്നില്ല. അവസാനത്തെ 2 വാരം ബിസിനസ്സിൽ ഒരു അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. ശുക്രൻ കർമ്മ 10ലേക്ക് വരുന്നുണ്ട് ബലവാനായിട്ട്. അതുപോലെ ബുധനും ഉച്ചരാശിയിലേക്ക് വരുന്നുണ്ട്. അതൊക്കെ ബിസിനസ്സുകാർക്ക് ഗുണം ചെയ്യും. 7ാം ഭാവാധിപൻ ചന്ദ്രന് പ്രത്യേകിച്ച് വൃത്തിക്ഷയത്തിൻ്റെ ഒരു ഗ്രഹവും കൂടിയാണ് ഈ ചന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പോൾ ബിസിനസ്സിലെ ഒരു ഫ്ലക്ച്വേഷൻ എന്ന് പറയുമ്പോൾ അപ്സ് ആൻഡ് ഡൗൺസ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു സ്ഥായി ആയിട്ടുള്ള ഒരു ബിസിനസ് ആയിരിക്കില്ല, ഏറ്റക്കുറച്ചിലുകൾ അനുഭവപ്പെടുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. വിദേശ വിപണനത്തിലും നിലവിലെ അവസ്ഥയൊക്കെ തുടരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. ഇനി വിദ്യാർത്ഥികൾക്ക്, അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 5ൽ ഗുരുവുണ്ട്, ജന്മരാശിയിലേക്ക് ആ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. അതുപോലെ തന്നെ 9, 11 ഭാവങ്ങളിലൊക്കെ തന്നെ ആ ഗുരു ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ 5ാം ഭാവാധിപനായിട്ടുള്ള ശുക്രനാണെങ്കിൽ ആദ്യത്തെ 2 വാരം അല്പം ബലക്കുറവാണ്, ഭാഗ്യസ്ഥാനത്ത് നീചരാശിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഉന്നത പഠനമൊക്കെ നടത്തുന്നവർക്ക് ആദ്യത്തെ 2 വാരം അത്രത്തോളം അനുകൂലമല്ല. അവർക്ക് പരിമിതമായിട്ടുള്ള ഒരു നേട്ടം മാത്രമേ അവർക്ക് ഉണ്ടാകുകയുള്ളൂ. ഉയർന്ന സ്കോറൊക്കെ ആഗ്രഹിക്കുന്നവർ ആദ്യത്തെ 2 വാരമൊക്കെ ഹാർഡ് വർക്ക് നടത്തണം. കാരണം ശുക്രന് കേതുവുമായിട്ടൊക്കെയുള്ള ഒരു യോഗം വരുന്നതുകൊണ്ട് പഠനത്തിലൊക്കെ ഒരു ഡൈവേർഷനൊക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെടുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ അത്തരം പ്രവർത്തനങ്ങൾ പഠനത്തെ ബാധിക്കുന്നുണ്ടോ എന്ന ഒരു വിലയിരുത്തലൂടെ അവർ ഈ സമയത്ത് നടത്തണം. 5ലെ ഗുരു പൊതുവെ നല്ലതാണ്. ടാലൻ്റൊക്കെ കൂടുന്നതിനും അറിവ് ആർജിക്കുന്നതിനും ഒക്കെ 5ലെ ഗുരു അനുകൂല സാഹചര്യം ഉണ്ടാക്കും. ഗവേഷണ വിദ്യാർത്ഥികൾക്ക് രവിയും ബുധനും ഒക്കെ അഷ്ടമത്തിൽ നിൽക്കുന്നത് പ്രത്യേകിച്ച് അവരുടെ ഗവേഷണ വിഷയങ്ങളിൽ ഡീപ്പായിട്ടുള്ള ഒരു നോളജ് ഉണ്ടാകുന്നതിനത് വഴിതെളിക്കും. അവസാനത്തെ 2 വാരമൊക്കെ ആകുമ്പോൾ സ്ഥിതിയിൽ കൂടുതൽ മാറ്റം വരും, പഠനമൊക്കെ സ്മൂത്താകും, പരീക്ഷകളിലൊക്കെ നല്ല കോൺസെൻട്രേഷൻ ഉണ്ടാകും, ഹാർഡ് വർക്ക് ഉണ്ടാകും, ഉയർന്ന വിജയം ഉണ്ടാകും. വിദേശത്തൊക്കെ പഠനം ആഗ്രഹിക്കുന്നവർക്ക് അവസാനത്തെ 2 വാരം പൊതുവെ അനുകൂല സമയമായിരിക്കും. ഇനി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ 2ാം ഭാവാധിപൻ ശനിയാണ്. ആ ശനി 2ാം ഭാവത്തിൽ തന്നെ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ്. 2ലേക്ക് അഷ്ടമത്തിൽ നിൽക്കുന്ന സൂര്യനും ബുധനും ഒക്കെ ആ 2ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പം ധനം വിനിയോഗിക്കുന്നതിൽ ഒരു ശ്രദ്ധ വേണം.
ധനാഗമം കൂടുന്നതിനുള്ള കൂട്ടുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്തുണ്ടാകും. ചിലർക്ക് അവർ പ്രതീക്ഷിക്കാത്ത സോഴ്സുകളിൽ നിന്ന് ധനാഗമം ഉണ്ടായെന്നും വരാം. അതുപോലെ അത് ചിലപ്പോൾ പൂർവ്വകാലത്തെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കൂടുന്നതിനെ ഉണ്ടാകുന്ന നേട്ടമായിരിക്കാം, അല്ലെങ്കിൽ ഇൻഷുറൻസ് വഴിയുള്ള നേട്ടമായിരിക്കാം. ഈ മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള സ്കീമുകളിലൊക്കെ ചേർന്നിട്ടുള്ളവർക്കൊക്കെ ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ധനനേട്ടം അതുവഴി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ജീവിത പങ്കാളിയുടെ കുടുംബം വഴിയൊക്കെ ചിലപ്പോൾ സാമ്പത്തിക നേട്ടത്തിന് സാധ്യത കാണുന്നുണ്ട്. അതുപോലെ 11 ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്, വക്രശനിയുടെ ദൃഷ്ടിയുമുണ്ട്. അപ്പോൾ 11-ാം ഭാവാധിപൻ കുജൻ 6-ലാണ്. അപ്പോൾ ഈ കുജനും ഗുരുവും ഒക്കെ തന്നെ ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്ന സമയമൊക്കെ ആയതുകൊണ്ട് മാതൃബന്ധുക്കൾ വഴിയോ എന്തെങ്കിലും വ്യവഹാരങ്ങളുള്ളവർക്ക് ആ വ്യവഹാരങ്ങൾ വഴിയോ കേസുകൾ വഴിയോ അതിന് അനുകൂലമായിട്ടുള്ള വിധിയൊക്കെ ഉണ്ടാകുന്നത് വഴിയൊക്കെ ചിലപ്പോൾ സാമ്പത്തിക നേട്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ഈ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയൊക്കെ വരുന്നവർക്ക് അവർക്കും ചിലപ്പോൾ സാമ്പത്തിക നേട്ടത്തിന് സാധ്യത കാണുന്നുണ്ട്. പൊതുവേ മണി ട്രാൻസാക്ഷനിൽ ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ്. പ്രത്യേകിച്ച് 2-ാം ഭാവാധിപൻ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ധനച്ചെലവിലും ഒരു ശ്രദ്ധ ഈ കുറുകാരുടെ ഭാഗത്ത് വേണം. ഇനി ദാമ്പത്യബന്ധം, വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെയെന്ന് നോക്കാം. വിവാഹം ആലോചിക്കുന്നതിൽ തടസ്സങ്ങളൊന്നുമില്ല. ആദ്യ 2 വാരം ശുക്രൻ 9-ലാണ് എങ്കിലും ആ ശുക്രൻ നീചസ്ഥിതിയിലാണ്. ശുക്രന് കേതുവുമായിട്ട് യോഗമുണ്ട്. അതുകൊണ്ട് ആലോചനകളിൽ ചിലപ്പോൾ ഒരു താല്പര്യക്കുറവ് ഉണ്ടായെന്ന് വരാം. അവസാനത്തെ 2 വാരമൊക്കെ വിവാഹ ആലോചനകൾക്ക് താല്പര്യമൊക്കെ കൂടും. കാരണം ആ ശുക്രൻ്റെ നീചസ്ഥിതിയൊക്കെ മാറുന്നുണ്ട്. അതുപോലെ കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ 2 വാരം അനുകൂലമല്ല. സംസാരത്തിലൊക്കെ ഒരു ശ്രദ്ധ അവരുടെ ഭാഗത്ത് വേണം. അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങൾ ഇവയൊക്കെ ഉണ്ടാകാതെ നോക്കണം. അവസാനത്തെ 2 വാരമൊക്കെ ആകുമ്പോൾ പ്രണയബന്ധമൊക്കെ സ്മൂത്താകും. 5-ൽ ഗുരു ആകയാൽ മുതിർന്നവരുടെയൊക്കെ ഉപദേശം, ഗൈഡൻസൊക്കെ സ്വീകരിച്ച് പോകുന്നവർക്ക് അത്തരം കമിതാക്കൾക്കൊക്കെ അത് വളരെ ഗുണം ചെയ്യും. അതുപോലെ ദാമ്പത്യ ബന്ധത്തിൽ വരുമ്പോൾ ആദ്യത്തെ 2 വാരം പൊതുവെ ദാമ്പത്യബന്ധം സുഖകരമാകണമെന്നില്ല. പ്രത്യേകിച്ച് ശുക്രനും കേതുവുമായിട്ടുള്ള യോഗം സന്തോഷവും സംതൃപ്തിയൊക്കെ കുറയ്ക്കുന്നതിനായിരിക്കും അത് വഴിതെളിക്കുന്നത്. 9-ലാണെങ്കിൽ തന്നെ നീചരാശിയിലാണ്, കേതുവുമായിട്ടുള്ള യോഗമുണ്ട്. പ്രത്യേകിച്ചൊരു ദാമ്പത്യ ബന്ധത്തിൽ സംതൃപ്തി കുറവ് കാണിക്കുന്നുണ്ട്. ചെറിയ ഇഷ്യൂസൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം. അവസാനത്തെ 2 വാരം ആകുമ്പോൾ ആ സ്ഥിതിയിലൊക്കെ മാറ്റം വരും. ശുക്രൻ സ്വക്ഷേത്രത്തിലേക്ക് രാശി മാറുന്നുണ്ട്. അത് ദാമ്പത്യ ബന്ധത്തിലെ ആ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ കുറയ്ക്കുന്നതിന് വഴിതെളിക്കും. എങ്കിലും കുജൻ്റെ ദൃഷ്ടിയൊക്കെ ജന്മരാശിയിൽ ഉള്ള സമയമാണ് എന്നുള്ളത് കൊണ്ട് കുജൻ്റെ ദൃഷ്ടി പ്രത്യേകിച്ച് ജന്മരാശിയിൽ വരുന്ന സമയമൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഒരു പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കണം. ഒരു തർക്ക സ്വഭാവമൊക്കെ ചിലപ്പോൾ ഈ കുറുകാരുടെ ഭാഗത്തൊക്കെ ഉണ്ടാകാം. അവിടെയൊക്കെ ഒരു കെയർ ഉണ്ടായാൽ ദാമ്പത്യ ബന്ധത്തിലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് പോകാം. ഇനി കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ ആദ്യത്തെ 2 വാരം രവിയും ബുധനുമൊക്കെ അഷ്ടമത്തിലാണ്. 2-ലാണെങ്കിൽ ശനിയുണ്ട്, വക്രത്തിലാണ്. 4-ലാണെങ്കിൽ ശനിയുടെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ അത് കുടുംബത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കിയെന്ന് വരാം. കുടുംബത്തിൽ തർക്കങ്ങളുണ്ടാകാം. കുടുംബസുഖം കുറയുന്നതിനും അത് ചിലപ്പോൾ വഴിതെളിച്ചു എന്ന് വരാം. മാത്രമല്ല സുഖസ്ഥാനാധിപനായിട്ടുള്ള കുജൻ 6-ലാണ്. 4-ാം ഭാവാധിപൻ 6-ൽ നിൽക്കുന്ന സമയമാണ്. അത് ശത്രു ക്ഷേത്രത്തിലുമാണ്. അപ്പോൾ അവസാനത്തെ 2 വാരമൊക്കെ ശുക്രൻ്റെയൊക്കെ രാശിമാറ്റം വരുന്നതും ആ 4-ലേക്ക് ശുക്രൻ്റെയൊക്കെ ദൃഷ്ടി വരുന്നതുമൊക്കെ ആദ്യത്തെ 2 വാരത്തിൽ കുടുംബജീവിതത്തിൽ ഉണ്ടാകാവുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പരിഹരിക്കുന്നതിന് ആ ശുക്രൻ്റെ 4-ലെ ദൃഷ്ടി വഴിതെളിക്കും എന്ന് തന്നെ പറയാം. അതുപോലെ അപ്പോൾ പൊതുവെ കുടുംബത്തിൽ സന്തോഷം,
ഒക്കെ ഉണ്ടാകുന്നതിന് ആ ശുക്രൻ്റെയൊക്കെ ദൃഷ്ടി 18 മുതൽ സഹായകമാകും. അപ്പോൾ കഴിവതും ഈ വീട്, വാഹനം ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അവസാനത്തെ 2 വാരം അനുകൂലമാകും. അങ്ങനെ കുടുംബ സംവിധാനങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിനും കുടുംബസുഖമൊക്കെ മെച്ചപ്പെടുത്തുന്നതിനുള്ളൊരു ശ്രമമൊക്കെ ഈ കൂറുകാരുടെ ഭാഗത്ത് അവസാനത്തെ 2 വാരം ഉണ്ടാകും. സെപ്റ്റംബർ 2, 3, 12, 13, 24, 25, 26 ഈ ദിവസങ്ങൾ ഈ കൂറുകാർക്ക് അത്രത്തോളം അനുകൂല ദിവസങ്ങളായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ കഴിവതും ശുഭകർമ്മങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ദിവസങ്ങളിൽ അത് ഒഴിവാക്കണം. അതുപോലെ പുതിയ സംരംഭങ്ങൾ, പുതിയ ഈ സ്റ്റാർട്ടപ്പുകൾ ഇതൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഈ ദിവസങ്ങൾ അത് ഒഴിവാക്കണം. സുപ്രധാന തീരുമാനങ്ങളും ഈ ദിവസങ്ങളിൽ ഒഴിവാക്കാൻ ഈ കൂറുകാരെ ശ്രദ്ധിക്കണം. ഞാനിവിടെ പറഞ്ഞത് ഈ മകരക്കൂറുകാരുടെയും മകരലഗ്നക്കാരുടെയും ഒരു പൊതുഫലമാണ്. അപ്പോൾ ഇവിടെ ഒരു സംശയം വരുന്നത് മകരക്കൂറും മകരലഗ്നവും ഒന്നാണോ എന്നുള്ളതാണ്. മകരക്കൂറിലെ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും മകരലഗ്നമാണോ എന്നുള്ളതാണ്. അല്ല, മകരക്കൂറിലെ നക്ഷത്രക്കാർക്ക് ചിലർക്ക് മകരലഗ്നം വരാം, മറ്റു ചിലർക്ക് വ്യത്യസ്ത ലഗ്നരാശിയിൽ, ഇപ്പോൾ 12 രാശികളുള്ളതുകൊണ്ട് ഇവിടെ വേണമെങ്കിൽ ലഗ്നം വരാം. എങ്കിലും മകരക്കൂറും മകരലഗ്നവും ഒന്നായിട്ട് വരുന്നവർക്ക് ഈ പൊതുഫലത്തിൽ വലിയ വ്യത്യാസമൊന്നും വരില്ല. എന്തെങ്കിലും വ്യത്യാസം വരുന്നു എങ്കിൽ അത് ഇപ്പോൾ അവർക്ക് നടക്കുന്ന ദശയുടെയോ അപകാരത്തിൻ്റെയൊക്കെ സ്വാധീനം കൊണ്ട് വരുന്ന മാറ്റങ്ങളായിരിക്കും. അതേസമയം മകരക്കൂറിൽപ്പെടുന്ന നക്ഷത്രക്കാർക്ക് വ്യത്യസ്ത ലഗ്നരാശികൾ ഉള്ളവർ ഈ കൂറിൻ്റെ ഫലം കേൾക്കുന്നതോടൊപ്പം അവർ ആ ലഗ്നരാശിയുടെ ഫലവും കൂടെ ഇതിനോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് സെപ്റ്റംബർ മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു രൂപം കിട്ടുകയുള്ളൂ. കാരണം ഈ കൂറിൻ്റെ ഫലത്തേക്കാൾ കൂടുതൽ കൃത്യത ലഗ്നത്തിനാണ്. അതുകൊണ്ട് ഈ ലഗ്നഫലവും കൂടെ കേൾക്കുക. അത് കേൾക്കുമ്പോൾ നമുക്ക് ഈ സെപ്റ്റംബർ മാസത്തിലെ ഒരു കൃത്യരൂപം, ഒരു കൃത്യമായിട്ടുള്ള ഒരു ചിത്രം, പൊതുഫലത്തിൻ്റെ ഒരു ചിത്രം അവർക്ക് ലഭ്യമാകും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.